അമേരിക്കൻ വിപണിയിലേക്കുള്ള ജനറിക് ഔഷധങ്ങളുടെ ഇറക്കുമതിക്ക് ഘട്ടം ഘട്ടമായി കടുത്ത നികുതി ഏർപ്പെടുത്താനൊരുങ്ങി ട്രംപ് ഭരണകൂടം. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മരുന്നിറക്കുമതി കുറച്ച് ആഭ്യന്തര ഔഷധ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നീക്കം. ലോകത്തിന്റെ ഔഷധശാല എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയ്ക്ക് ഈ തീരുമാനം ദീർഘകാല അടിസ്ഥാനത്തിൽ വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഔഷധ കമ്പനികൾക്ക് അമേരിക്കയിൽ തന്നെ നിർമ്മാണ പ്ലാന്റുകളും ഉപകരണ സൗകര്യങ്ങളും സ്ഥാപിക്കാൻ നിശ്ചിത സമയപരിധി അനുവദിക്കുന്ന രീതിയിലാണ് നയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ജനറിക് മരുന്നുകളുടെ ഇറക്കുമതി 0% നികുതി നിലനിൽക്കും. രണ്ടാം ഘട്ടം ഇറക്കുമതി തീരുവ 100% ഉയർത്തും. മൂന്നാം ഘട്ടം അമേരിക്കയിൽ ഉൽപാദനം തുടങ്ങാത്ത കമ്പനികൾക്ക് മേൽ 200% നികുതി പിഴയായി ചുമത്തും. അതേസമയം പേറ്റന്റ് ഉള്ളതും വിപ്ലവകരമായ പുതിയ ഗവേഷണ മരുന്നുകൾക്കും നിലവിലുള്ള നയങ്ങളിൽ മാറ്റമുണ്ടാകില്ലെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഔഷധങ്ങളുടെ വലിയൊരു ഭാഗവും ഇന്ത്യയിൽ നിന്നാണ് നിർമ്മിച്ചെത്തുന്നത്. അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ കണക്കുകൾ പ്രകാരം യുഎസിലെ മൊത്തം ഔഷധ കുറിപ്പടികളിൽ 90% ജനറിക് വിഭാഗത്തിൽപ്പെട്ടവയാണ്. പ്രഖ്യാപനത്തെ തുടർന്ന് സൺഫാർമ, സിപ്ല, ലുപിൻ തുടങ്ങിയ കമ്പനികളുടെ ഓഹരികൾ 2.5% വരെ തിരിച്ചടി നേരിട്ടു. ഔഷധ നിർമ്മാണം യുഎസിലേക്ക് മാറ്റുക എന്ന അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം. രാജ്യത്തെ കയറ്റുമതിക്കാർക്ക് വിതരണ ശൃംഖല പുനഃക്രമീകരിക്കാൻ 2 വർഷത്തെ സാവകാശം ലഭിക്കുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഫാർമ മേഖലയ്ക്ക് വെല്ലുവിളിയാകും. 2 വർഷത്തെ ഇളവ് കാലയളവ് കമ്പനികൾക്ക് അമേരിക്കയിൽ പ്രാദേശിക നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കാനോ നിലവിലുള്ളവ വിപുലീകരിക്കാനോ ഉള്ള അവസരമായാണ് ട്രംപ് ഭരണകൂടം കാണുന്നത്. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രമുഖ ഫാർമ ഓഹരികൾ തിരിച്ചടി നേരിട്ടത്. സിപ്ല 2.5% ഇടിഞ്ഞ് 1396 രൂപയിലെത്തി. ലുപിൻ 2.5% ഇടിഞ്ഞ് 2452 രൂപയായി. സൺഫാർമ 2% താഴ്ന്ന് 1924 രൂപയിലെത്തി. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് 1% ഇടിഞ്ഞ് 1785 രൂപയിലെത്തി. മറ്റ് കമ്പനികൾ സൈഡസ്, ആൽക്കൈം, ടോറൻ ഫാർമ എന്നിവയുടെ ഓഹരികളും 2% വരെ ഇടിഞ്ഞു. ഇതിന് പിന്നിൽ ട്രംപിന് ചില ലക്ഷ്യങ്ങളുണ്ട്. നിർമ്മാണം അമേരിക്കയിലേക്ക് മാറ്റുക. നിർമ്മാണ യൂണിറ്റുകളും അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും അമേരിക്കയിലേക്ക് മാറ്റാൻ ഔഷധ കമ്പനികളെ പ്രേരിപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. വിദേശാശ്രയം കുറയ്ക്കുക. മരുന്ന് വിതരണ ശൃംഖലയിൽ വിദേശ രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഭരണകൂടം താൽപര്യപ്പെടുന്നു. അമേരിക്ക ഫസ്റ്റ് അജണ്ട. ആഭ്യന്തര ഉൽപാദനം കൂട്ടുന്നതിലൂടെ പ്രാദേശിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. വില നിയന്ത്രണം. അമേരിക്കയിലെ മരുന്ന് വില മറ്റ് വികസിത രാജ്യങ്ങളിലെ വിപുലമായി പൊരുത്തപ്പെടുത്തുന്ന മോസ്റ്റ് ഫേർവേർഡ് നേഷൻ നയത്തിന്റെ തുടർച്ചയായാണ് ഇതിനെ കാണുന്നത്. അമേരിക്കൻ ജനറിക് മരുന്ന് വിപണിയിൽ ഇന്ത്യൻ കമ്പനികൾക്ക് കാര്യമായ പങ്കാളിത്തമുണ്ട്. യുഎസിൽ നൽകുന്ന കുറിപ്പടികളിൽ 90% ജനറിക് മരുന്നുകളാണ്. ശക്തമായ സാന്നിധ്യമുള്ളവർ. അരബന്തോ ഫാർമയ്ക്ക് അമേരിക്കയിൽ നിലവിൽ വൻതോതിൽ നിർമ്മാണ കേന്ദ്രങ്ങളുണ്ട്. ഭാഗിക സാന്നിധ്യം. ഡോക്ടർ റെഡ്ഡീസ്, ലുപിൻ, സിപ്ല, സൈഡസ് ലൈഫ് സയൻസസ് എന്നിവർക്ക് അമേരിക്കയിൽ പരിമിതമായ നിർമ്മാണ സൗകര്യങ്ങളാണുള്ളത്. ഇറക്കുമതി ആൽക്കൈം ലബോറട്ടറീസ്, ടോറന്റ് ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവർ പ്രധാനമായും ഇന്ത്യയിലെ നിർമ്മാണ യൂണിറ്റുകളെയാണ് ആശ്രയിക്കുന്നത്. ബയോകോൺ ഇന്ത്യയിലെയും മലേഷ്യയിലെയും പ്ലാന്റുകളെയാണ് ആശ്രയിക്കുന്നത്. വെല്ലുവിളികൾ. ടാരിഫ് 100 മുതൽ 200% ഉയരുന്നത് അമേരിക്കയിലേക്ക് മരുന്ന് കയറ്റുമതി ചെയ്യുമ്പോഴുണ്ടാകുന്ന നേട്ടത്തെ ബാധിക്കും. അമേരിക്കയിൽ നേരിട്ട് നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കാനോ അവിടെയുള്ള കരാർ നിർമ്മാതാക്കളുമായി സഹകരിക്കാനോ ഇന്ത്യൻ കമ്പനികൾ നിർബന്ധിതരാകും. ബ്രാൻഡഡ് അല്ലെങ്കിൽ പേറ്റന്റുള്ള മരുന്നുകൾക്ക് നിലവിലുള്ള താരിഫ് നയങ്ങളിൽ മാറ്റമില്ല എന്നത് ഒരു ആശ്വാസകരമായ മാറ്റമാണ്. അടുത്ത 2 വർഷം ഇന്ത്യൻ കമ്പനികൾക്ക് ബിസിനസ് മാതൃകകൾ പുനഃപരിശോധിക്കാനുള്ള നിർണായക കാലയളവായിരിക്കും. US വിപണിയിലെ വിഹിതം നിലനിർത്താൻ നിർമ്മാണ കേന്ദ്രങ്ങൾ അമേരിക്കയിലേക്ക് മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ല. അതേസമയം ഇന്ത്യ ഉൾപ്പെടെയുള്ള 60 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് 10 മുതൽ 12.5% വരെ അധിക തീരുവ ചുമത്താൻ US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജെയ്മിസൺ ഗ്രീർ തയ്യാറെടുക്കുന്നു. അമേരിക്കൻ കമ്പനികൾക്കും തൊഴിലാളികൾക്കും തുല്യമായ വിപണി അവസരങ്ങൾ ഉറപ്പാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് നിർബന്ധിത തൊഴിൽ വഴിയുള്ള ഉൽപ്പന്ന ഇറക്കുമതി തടയുന്നതിൽ പരാജയപ്പെട്ട രാജ്യങ്ങൾക്കെതിരെ സെക്ഷൻ 301 പ്രകാരം ഈ നടപടിയെടുക്കുന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നാണ് US വൃത്തങ്ങൾ നൽകുന്ന സൂചന. പുതിയ നിർദ്ദേശപ്രകാരം നിർബന്ധിത തൊഴിൽ തടയുന്നതിനായി കർശനമായ നിയമങ്ങളോ പ്രതിരോധ സംവിധാനങ്ങളോ ഇല്ലാത്ത ഇന്ത്യ അടക്കമുള്ള 54 രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് 12.5% അധിക തീരുവ നേരിടേണ്ടി വരും. എന്നാൽ ഇത്തരം നിയമങ്ങൾ ഭാഗികമായി നടപ്പിലാക്കിയിട്ടുള്ള ശേഷിക്കുന്ന രാജ്യങ്ങൾക്ക് 10% അധിക നിരക്ക്. ട്രംപ് ഭരണകൂടം നേരത്തെ ഏർപ്പെടുത്തിയിരുന്ന 10% ആഗോള ഇറക്കുമതി തീരുവയുടെ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ നടപടി പ്രാബല്യത്തിൽ വരുന്നത്. അതേസമയം അമേരിക്കയുടെ നീക്കങ്ങളെ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. വരാനിരിക്കുന്ന ഉഭയകക്ഷി വ്യാപാര കരാറുകളിലൂടെയും ചർച്ചകളിലൂടെയും ഇരു രാജ്യങ്ങൾക്കും പ്രയോജനകരമായ രീതിയിൽ ഈ വിഷയം പരിഹരിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ. എന്നാലും പെട്ടെന്നുണ്ടാകുന്ന ഈ നികുതി വർധനവ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണി വിലയെയും കയറ്റുമതി മേഖലയെയും ബാധിച്ചേക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.